കവർച്ചാ കേസിൽ നിർണായക റിപ്പോർട്ട് പുറത്ത്. കട്ടിളപ്പാളികൾ മൊത്തമായി മാറ്റിയിട്ടില്ലെന്ന അന്തിമ ശാസ്ത്രീയ പരിശോധനാ ഫലം. ഉരുക്കിമാറ്റിയത് പാളികളിൽ പൂശിയ സ്വർണം മാത്രം. ജംഷഡ്പൂർ നാഷണൽ കൈമാറിയത് 8 സാമ്പിളുകളുടെ പരിശോധനാ ഫലം. റിപ്പോർട്ട് കൊല്ലം കോടതിയിൽ നൽകി കുറ്റപത്രങ്ങൾ ഉടൻ സമർപ്പിക്കും. അതിരപ്പള്ളി വൈശ്ശേരിയിൽ കാട്ടാൻ ഒരാളെ ചവിട്ടിക്കൊന്നു. മരിച്ചത് വൈശ്ശേരി സ്വദേശി മോഹനൻ. ആക്രമണം പുലർച്ചെ പുരയിടത്തിലെത്തിയ ആനയെ തുരത്തുന്നതിനിടെ പതിവായുള്ള കാട്ടാൻ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് അതിരപ്പള്ളിയിൽ ഹർത്താൽ. ചാലക്കുടി ആനമല അന്തർ സംസ്ഥാന പാത ഉപരോധിക്കും. തിരുവനന്തപുരത്ത് ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ കൂടുതൽ പേർ പിടിയിൽ. പിടിയിലത് ആറ്റുകാൽ മുൻ കൗൺസിലർ അടക്കം ഒളിവിലായിരുന്ന 6 പ്രതികൾ. 1 മുതൽ 5 വരെയുള്ള പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ ഉത്തരവിന്ന്. അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലായതിനാൽ ജാമ്യം നൽകരുതെന്ന് പ്രോസിക്യൂഷൻ. മുൻ മന്ത്രിയും കേരള കോൺഗ്രസ് നേതാവുമായിരുന്ന TU കുരുവിളയുടെ സംസ്കാരം നാളെ. ഇന്ന് ഉച്ചയോടെ കൊച്ചിയിൽ നിന്നും കോതമംഗലത്തേക്ക് വിലാപയാത്ര. വൈകിട്ട് 4 മുതൽ ചോലാടുള്ള വീട്ടിൽ പൊതുദർശനം. കോഴിക്കോട് മുൻ മേയറും മുതിർന്ന CPIM നേതാവുമായ TP ദാസൻ അന്തരിച്ചു. കർണാടക മുഖ്യമന്ത്രിയായി DK ശിവകുമാറിന്റെ സത്യപ്രതിജ്ഞ നാളെ. ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ടുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഇന്നുണ്ടാകും. നിർണായക കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം വൈകിട്ട് വിധാൻസൗധയിൽ. ഹൈക്കമാൻഡ് പ്രതിനിധിയും സിദ്ധരാമയ്യയും യോഗത്തിൽ പങ്കെടുക്കും. IPL ഫൈനലിൽ പ്രവേശിച്ച ഗുജറാത്ത് ടൈറ്റൻസ്. 2ാം ക്വാളിഫയറിൽ രാജസ്ഥാനെ തോൽപ്പിച്ചത് 7 വിക്കറ്റിന്. കരുത്തായി ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെ സെഞ്ചുറി. ഫൈനലിൽ എതിരാളികൾ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. മത്സരം രാത്രി 7:30 അഹമ്മദാബാദിൽ.